നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഒരു വിഷയവും പിന്നെ അതിനെ തുടർന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ് വഖാല റബ്ബി ഗ്ഫിർലി വഹബ് ലി മുൽകൻ ലാ യൻബഗി ലിഅഹദി മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ് ഫസഖർനാ ലഹു റീഹ തജ്രി ബിഅംരിഹി റുഖാഅൻ ഹൈസു അസാബ്. ഇവിടെ അദ്ദേഹത്തിന് നമ്മൾ ശൈത്താന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്തു. ശൈത്താന്മാരെന്ന് പറഞ്ഞെങ്കിൽ കുല്ല ബന്നാഇൻ വ ഗവ്വാസ്, നിർമ്മാതാക്കളായ അതേപോലെ മുങ്ങൽ വിദഗ്ധരുമായ എല്ലാ ശൈത്താന്മാരെയും കീഴ്പ്പെടുത്തി കൊടുത്തു. വ ആഖരീന, മറ്റു ചിലരെ കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനെ? മുഖറനീന ഫിൽ അസ്ഫാദ്, സഫ്ദുകളിൽ, വിലങ്ങുകളിൽ, ചങ്ങലകളിൽ പിന്നെ ബന്ധിക്കപ്പെട്ട നിലക്ക്. ഈ മുഖറനീൻ എന്നുള്ളത് അവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഖരീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖരീൻ, ഒരാളുടെ ഖരീൻ മറ്റൊരാളെന്ന് പറഞ്ഞാൽ അടുത്ത് വർത്തിക്കുകയാണല്ലോ. അപ്പം മുഖറനീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടിബന്ധിക്കുക, ശൈത്താന്മാരെ കൂട്ടിബന്ധിക്കുക, ആ രീതിയിൽ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. ഹാദാ അത്വാഉന ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഖർനാ ലഹു എന്നാണ്, നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തുടർന്ന് പറയാണ്, ഹാദാ, ഇത്, അത്വാഉന, നമ്മുടെ അതാ ആണ്. നമ്മുടെ അതാ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമ്മാനം അല്ലെങ്കിൽ നമ്മളുടെ ഔദാര്യം. ഫംനുൻ ഔ അംസിക്, ഫ, അതിനാൽ, ഇംനുൻ, മൻ എന്നതിൽ നിന്നാണ്, മന്ന് എന്നതിലാണ് ഉംനുൻ, മന്ന യമുന്നു, ഉംനുൻ. മന്ന എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഔദാര്യം കനിയുക, നൽകുക. ഫംനുൻ, അതുകൊണ്ട് താങ്കൾക്ക് ഈ ഔദാര്യത്തിൽ നിന്ന് നൽകാം, കനിയാം. ഔ, അല്ലെങ്കിൽ അംസിക്, താങ്കൾക്ക് കനിയാതെ പിടിച്ചു വെക്കാം, പിടിച്ചു വെക്കാം, എടുത്തു വെക്കാം, പിടിച്ചു വെക്കാം. ബിഗൈരി ഹിസാബ്. എന്താ ബിഗൈരി ഹിസാബ്? ഹിസാബ് കൂടാതെ എന്നാണ്. മനസ്സിലല്ലേ? അതെന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശം ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ബിഗൈരി ഹിസാബ് എന്നതിൻ്റെ ബന്ധം ഇതിനോടാണ്. ഹാദാ അതാഉന ബിഗൈരി ഹിസാബിൻ, ഇങ്ങോട്ട്. അപ്പം എന്താ? ഹാദാ അതാഉന, ഇതാ നമ്മളുടെ ഔദാര്യം, ബിഗൈരി ഹിസാബിൻ എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണവും വണ്ണവുമില്ലാതെ, യാതൊരു കണക്കുമില്ലാതെ, യഥേഷ്ടം എന്നർത്ഥത്തിൽ, യഥേഷ്ടം എന്നർത്ഥത്തിൽ. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കില്ലേ? മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖൻ ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിൻ്റെ അടുക്കൽ പ്രവേശിക്കുമ്പോഴൊക്കെ അവിടെ ഭക്ഷണം കാണും. അപ്പോൾ സക്കരിയാണ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് അവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കേണ്ട ആൾ. പക്ഷേ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോഴൊക്കെ അവിടെ ഭക്ഷണം റെഡിയായി കാണുകയാണ്. അപ്പോൾ അന്നാ ലക്കി ഹാദാ, നിങ്ങൾക്കിത് എവിടെ നിന്നാണ്? കൈഫ ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന് അവർ പറയുകയാണ്. എന്നിട്ട് അവർ പറയണത് എന്താ? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബി ഗൈരി ഹിസാബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉദ്ദേശിക്കുന്നവർക്ക് ഗൈരി ഹിസാബ് നൽകും എന്നുള്ളതാണ്, യാതൊരു കണക്കുമില്ലാതെ നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹാദാ അതാഉന ബി ഗൈരി ഹിസാബിൻ, ഇതാ യാതൊരു ഹിസാബുമില്ലാതെ യഥേഷ്ടം നമ്മളുടെ അതാ, ഫംനുൻ, അതുകൊണ്ട് നിങ്ങൾക്ക് നൽകാം, ഔദാര്യം കനിയാം, ഔ അംസിക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കത് പിടിച്ച് നിർത്താം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഹാദാ അതാഉന ഫംനുൻ എന്നുള്ളതിൻ്റെലേക്കാണ് ബന്ധം, ബിഗൈരി ഹിസാബ് ഔ അംസിക് ബിഗൈരി ഹിസാബ്. കണ്ടോ? ഹാദാ അതാഉന, നമ്മുടെ ഔദാര്യം ഇതാ സുലൈമാൻ നിങ്ങൾക്ക്, ഫംനുൻ, നിങ്ങൾക്ക് ഈ ഔദാര്യം ഇനി ആളുകൾക്ക് കനിയാം, ബിഗൈരി ഹിസാബിൻ, യാതൊരു കണക്കില്ലാതെ യഥേഷ്ടം, ഔ അംസിക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു വെക്കാം, ബിഗൈരി ഹിസാബ്, എത്രയാണോ വേണ്ടത് ആ നിലക്ക്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ബിഗൈരി ഹിസാബ് എന്നതിനുള്ള ബന്ധം ഫംനുൻ അല്ലെങ്കിൽ ഔ അംസിക് എന്നതിനോട്. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഹാദാ അതാഉന ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞാൽ ബിഗൈരി മുഹാസബ, നിങ്ങൾ
എത്ര പിടിച്ചു വെച്ചാലും അതിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ല, എത്ര നൽകിയാലും അതിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ല. ഇവിടെ ഹിസാബ് എന്ന് പറഞ്ഞെങ്കിൽ പരലോകത്തെ മുഹാസബ, വിചാരണ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വിചാരണ. നിങ്ങൾ എന്തിനാ എത്ര ചിലവഴിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ചിലവഴിക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചത്, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു വിചാരണ ഉണ്ടാവില്ല. എത്ര വേണോ അത്ര ചിലവഴിക്കാം, എത്ര പിടിച്ചു വെക്കണോ അത്ര പിടിച്ചു വെക്കാം. അതിലൊരു വിചാരണയെ പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് അതിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നർത്ഥത്തിൽ. അപ്പോൾ 3 നിലയ്ക്ക് ഈ ആയത്തിനെ തഫ്സീർ ചെയ്തിട്ടുണ്ട്. ആ 3 അർത്ഥവും ശരിയാണ്, 3 അർത്ഥവും ശരിയാണ്. ഹാദ അതാഉന ബിഗൈരി ഹിസാബ്, ഹാദ അതാഉന ഫംനുൻ ബിഗൈരി ഹിസാബ് ഔ അംസിക് ബിഗൈരി ഹിസാബ്, അല്ലെങ്കിൽ ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞാൽ ബിഗൈരി മുഹാസബ എന്നുള്ളതുകൊണ്ട് പരലോകത്തുള്ള വിചാരണ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വിചാരണ അത് ഉണ്ടാവുകയില്ല എന്ന അർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത് വ ഇന്ന ലഹു തീർച്ചയായും അദ്ദേഹത്തിനുണ്ട്. വ ഇന്ന ലഹു എന്ന് പറഞ്ഞാൽ വ ഇന്നലി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ട്. ഇൻദന എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ, അള്ളാഹു പറയണ നമ്മുടെ അടുക്കൽ, ലസുൽഫ. ഇവിടെ സുൽഫ എന്ന് പറഞ്ഞെങ്കിൽ ഖുർബ എന്നർത്ഥം. സുൽഫ ഖുർബ, അടുപ്പം, സാമീപ്യം. സുലൈമാനിന് നമ്മുടെ അടുക്കൽ പ്രത്യേക സ്ഥാനം, സാമീപ്യമുണ്ട്. അവിടെ ലാൽ മുസഹ്ലഖിയ എന്ന് പറയും. മുസഹ്ലഖിയ അതും പിന്നെ ഒരു ബലപ്പെടുത്താനുള്ള ലാമാണ്, ആശയത്തെ ബലപ്പെടുത്താൻ. തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സുൽഫയുണ്ട് എന്നാണ്, സാമീപ്യമുണ്ട് എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സാമീപ്യം കനിഞ്ഞ് ആ സാമീപ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എന്ത് ചെയ്യാണ്, പറയാണ്. വ ഇന്ന ലഹു ഇൻദനാ ലസുൽഫ വഹുസ്ന മആബ് നല്ല മടക്കം, പര്യവസാനം. നല്ല മടക്കം, പര്യവസാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിങ്കൽ സാമീപ്യവും നല്ല പര്യവസാനവും മടക്കവും ഉണ്ട് എന്ന് പറയാണ് ഇവിടെ. അത് തീർച്ചപ്പെടുത്തി ബലപ്പെടുത്തി പറയാണ്. ഇന്ന അതേപോലെ പിന്നെ ലഹു എന്നുള്ളതിനെ മുന്തിപ്പിച്ച്. അപ്പോൾ അതൊക്കെ എന്താണ്, ബലപ്പെടുത്താനാണ്. അതെന്തിനാ പറയുന്നത്? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, അതോടൊപ്പം മലിക്കാണ്. മലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള മലിക്കാണ്? പിൽക്കാലത്ത് ആർക്കും തരപ്പെടാത്ത വിധം അധികാര അനുഗ്രഹങ്ങൾ അരുളപ്പെട്ട മലിക്കാണ്. മനുഷ്യന്മാർ ഏറെ തെറ്റാനും വ്യതിചലിക്കാനും അവസരം ഉണ്ടാകും. എപ്പോൾ? ഈ ദുനിയാവ് വിശാലമാകുമ്പോൾ. അപ്പോൾ ദുനിയാവ് വിശാലമായിട്ട് ഇവിടെ ഒരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ പര്യവസാനം പലപ്പോഴും എന്തല്ല, പിന്നെ അതിനിപ്പോൾ അധികാരമാവട്ടെ, സമ്പത്താകട്ടെ, മറ്റ് ഭൗതികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, ദുനിയാവ് വിശാലമായ അയാൾക്ക് ഒരു നല്ല പര്യവസാനം അള്ളാഹു ഹിദായത്ത് നിശ്ചയിച്ചവർക്കൊക്കെ ബാക്കിയൊക്കെയും എന്താണ് ഉണ്ടാവില്ല, തരപ്പെടില്ല. പക്ഷേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് സാമീപ്യം അള്ളാഹു ഉണ്ട് എന്ന് പറയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മടക്കവും പരാജിതമല്ല, പിന്നെയോ അനുഗ്രഹീത മടക്കമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ചരിത്രത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ദുആ എന്താ പറഞ്ഞത്? റബ്ബി ഗ്ഫിർലി വഹബ്ലി മുൽകൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. ആ ദുആ ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അനുസ്മരിച്ചിട്ടുണ്ട്. ഏത് ദുആ? വഹബ്ലി മുൽകൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അനുസ്മരിച്ച്. എപ്പോഴാണ് അനുസ്മരിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ രാത്രി നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഉഫ്രീതൻ മിനൽ ജിന്നി തഫല്ലത അലയ്യ. ഒരു ജിന്നിൽപ്പെട്ട ഇഫ്രീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോക്കിരി ജിന്ന്, അത് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം മുറിക്കാൻ വേണ്ടിയിട്ട്, യഖ്തഉ അലയ്യ സലാത്തി എന്നാണ്, എൻ്റെ നിസ്കാരം മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു പോക്കിരിയായ ഇഫ്രീത്ത് മിനൽ ജിന്ന് എന്നെ കൊള്ള തിരിഞ്ഞു എന്നാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫഅംകനനി അല്ലാഹു മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കീഴ്പ്പെടുത്താൻ എനിക്ക് അവസരം നൽകി. മനസ്സിലല്ലേ? അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്താണ് എന്നാണ്, ആ ജിന്നിനെ ഖൻഖ് ചെയ്തു എന്നാണ്, ശരിക്ക് അമർത്തി എന്നാണ്, കുടുക്കി അമർത്തി പിടിച്ചു എന്നാണ്. പിന്നെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ
ആ ജിന്നിനെ മസ്ജിദിലെ ഒരു സാരിയയിൽ ബന്ധിക്കാൻ ഉദ്ദേശിച്ചു, ഒരു തൂണിൽ ബന്ധിക്കാൻ ഉദ്ദേശിച്ചു. പിന്നെ നിങ്ങളെല്ലാവരും പുലർച്ചയിൽ അതിനെ നോക്കിക്കാണുവാൻ, അങ്ങനെ ചില റിപ്പോർട്ടിൽ കാണാം. ചില റിപ്പോർട്ടിൽ മദീനയിലെ കുട്ടികൾ അതിനെ കൊണ്ട് കളിക്കാൻ അവർക്ക് അവസരം തരുമാറ് അതിനെ കെട്ടിബന്ധിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സഹോദരൻ സുലൈമാൻ്റെ ദുആയിനെ ഓർമ്മിച്ചു. സഹോദരൻ സുലൈമാനെ ഓർമ്മിച്ചു. എന്താണ് ആ ഓർമ്മിച്ചത്? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വഹാബിലി മുൽക്ക്, റസൂൽ ഈ ആയത്താ ഉദയത്, വഹാബിലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എൻ്റെ ശേഷം ആർക്കും തരപ്പെടാത്ത രീതിയിലുള്ളതായ ഒരു മുൽക്ക് എനിക്ക് തരണമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അപ്പോൾ ആ ദുആ ഓർത്ത് ഞാൻ എന്ത് ചെയ്തില്ല, പിന്നെ അതിനെ കീഴ്പ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്താനുള്ള ഇത് കഴിവുണ്ട്, അവസരമുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തത്, അതിനെ പിടിച്ചതും അതിനെ ഹനക്ക് ചെയ്തതൊക്കെ. പക്ഷേ പിന്നെ അതിനെ കെട്ടി ആളുകൾക്ക് പ്രകടമാക്കാൻ, ഇങ്ങനെ ഒരു നിന്ദ്യമായ രീതിയിൽ അതിനെ പ്രകടമാക്കാൻ ഉദ്ദേശിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ജിന്നുകളെ കീഴ്പ്പെടുത്തിയിട്ട്, ജിന്നുകളെ ഒതുക്കിയിട്ട്, പിന്നെ ആളുകൾക്ക് കാണും വിധം യഥേഷ്ടം ഉപയോഗപ്പെടുത്താനുള്ള അവസരം അതായിരിക്കുള്ളതായിരുന്നു. അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം താനോട് തേടി നേടിയതാണ്. അത് അദ്ദേഹത്തിന്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഇരിക്കട്ടെ എന്ന നിലക്ക് റസൂലുള്ള വിനയപൂർവ്വമാണ് എന്ത് ചെയ്തത്, അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് പിന്നെ അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ എഫ്രീത്തു മിനൽ ജിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്തത്, പിന്നെ നിസ്കാരം മുറിക്കാൻ വേണ്ടിയിട്ട് നബിയെ കൊള്ള തിരിഞ്ഞത്. അന്ന് പണ്ഡിതന്മാർ പറയണതാണ്, ഇപ്പോൾ ഈ ജിന്നുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപം പ്രാപിക്കാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിയെ കൊള്ള പിന്നെ ജിന്ന് തിരിഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പിടിച്ചത്, മനസ്സിലായി, അതിനെ അമർത്തിയത് ഒക്കെ അതിനൊരു രൂപമുള്ളത് കൊണ്ടാണ്, അതിനൊരു രൂപം ഉണ്ടായത് കൊണ്ടാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ചരിത്രത്തിൽ അത് അവിടെ ചില പ്രയോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരും. ഒരു വലിയ ഖിലാഫിയായ മസ്അലയാണ് ഈ ജിന്നുകൾക്ക് തശക്കുൽ, രൂപം പ്രാപിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ള വിഷയം. പലരും രൂപം പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ, രൂപം പ്രാപിക്കാൻ കഴിയും അള്ളാഹു ഉദ്ദേശിച്ചാൽ. അതിന് തെളിവായിട്ടാണ് ഈ പറയുന്നത്, ഈ ഇഫ്രത്തു മിനൽ ജിന്നിൻ്റെ ഈ സംഭവം പറയുന്നത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷജറത്ത് സഖൂമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ന ഷജറത്ത് സഖൂം തആമുൽ അസീം എന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ ഇന്നഹാ ഷജറത്തുൻ തഖ്റുജു ഫി അസ്ലിൽ ജഹീം തൽഉഹാ കഅന്നഹു റൂഉസു ഷയാത്തീൻ എന്നാണ്. പിന്നെ ആ ഷജറത്തു സഖൂമിൻ്റെ കുലകൾ അത് ശൈത്താന്മാരെ തല പോലെ എന്ന് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഇത്തരം ആയത്തുകൾ, അതേപോലെ തന്നെ ചില അസറുകളുടെയൊക്കെ വെളിച്ചത്തിൽ പിന്നെ ഈ പിശാചുക്കൾക്ക് തശക്കുൽ, രൂപം മാറിയ ചില അവസ്ഥകളുള്ളത് കാരണത്താൽ ആളുകൾക്ക് അത് ഈ വികൃതമായ പിശാചുക്കളുടെ രൂപം, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുന്നത്. ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുക ആളുകളോട്. അപ്പോൾ ശൈത്താന്മാരുടെ തല പോലെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ആളുകൾക്ക് എന്ത് വേണം? ഇതിനെക്കുറിച്ചൊരു ധാരണ വേണം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഹദീസുകൾ, ആയത്തുകൾ, ഇതൊക്കെ ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ജിന്നുകൾക്ക് പിന്നെ രൂപം മാറാൻ, മറ്റു രൂപം പ്രാപിക്കാൻ സാധിക്കുമോ, ആ വിഷയത്തിൽ തെളിവായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മളൊരു തമാശ കഥ വായിക്കുമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ജാഹിദ് എന്ന് പറയുന്ന എഴുത്തുകാരന്, ജാഹിദ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ, ഭയങ്കര സാഹിത്യകാരനാണ് അദ്ദേഹം, ഭയങ്കര പിന്നെ പ്രതിഭയാണ്. പക്ഷെ അദ്ദേഹം തീർത്തും വിരൂപനായിരുന്നു. ജാഹിബ് തീർത്തും വിരൂപനായിരുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ ധിഷണ കൊണ്ട്, ബുദ്ധി കൊണ്ട്, സാഹിത്യ കഴിവുകൊണ്ട് അദ്ദേഹം അന്നത്തെ കാലത്തെ സാഹിത്യകാരന്മാരെ കീഴ്പ്പെടുത്തിയ ഒരു പണ്ഡിതനാണ്. കുറേ പുസ്തകങ്ങളുണ്ട്. അൽ ബുഖല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കിതാബൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഈ ജാഹിദ് പറയാണ്, ഒരു ദിവസം ഒരു സ്ത്രീൻ്റെ മുമ്പിൽ അയാൾ പിന്നെ ലഭ്യനായതും പരാജയപ്പെട്ടതുമാണ് പറയണത്. ആർക്കും ജാഹിദിനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും കീഴ്പ്പെടുത്താൻ പറ്റില്ല, കാരണം അത്ര നല്ല ധിഷണയാണ്. ഏതായാലും ഒരു സ്ത്രീ വന്നിട്ട് ഒരു ഈ കൊത്തുപണിക്കാരനോട് ജാഹിദിനെ ചൂണ്ടിയിട്ട് ഇയാളെപ്പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് പിന്നാണ്ട് പോയി. അപ്പോൾ ഈ ജാഹിദ് എന്ത് ചെയ്ത് ഈ കൊത്തുപണിക്കാരനോട് ചോദിക്കാൻ, ഈ പെണ്ണ് എന്നെ ചൂണ്ടിയിട്ടാണല്ലോ പറഞ്ഞത് എന്നെ പോലെ എന്ന്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു പറയാണ്. അപ്പോൾ ഈ കൊത്തുപണിക്കാരൻ പറയാണ്, ഈ സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഷെയ്ത്താൻ്റെ രൂപം ഉണ്ടാക്കി കൊടുക്കാൻ, ഞാൻ ഷെയ്ത്താൻ്റെ രൂപം കൊത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു.
അപ്പം ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ശൈത്താനെ കണ്ടിട്ടില്ല, എനിക്ക് അതിൻ്റെ രൂപം അറിയില്ല, അപ്പോൾ ഒരു രൂപം കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ കൊത്തിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പോയിട്ട് പിന്നെ നിങ്ങളെ കൊണ്ടുവന്നിട്ട് കാണിച്ചെന്ന് ഇതേപോലെ കൊത്തിയാൽ മതിയെന്ന്. അതോടുകൂടി അത് കേട്ടപ്പോൾ ജാഹിദ് ആകെ എന്ത് ചെയ്തു, ജാഹിദ് പറയണം ഞാൻ ആ സ്ത്രീയുടെ മുമ്പിൽ തോറ്റുപോയി എന്നുള്ളത് പറയാണ്. ഇവിടെ നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്താനെ പോലെ രൂപം കൊത്തണം, ഒരു രൂപമാണ്, അങ്ങനെ രൂപം കൊത്തണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് രൂപം കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുണ്ടാണ്, ഒരു ധാരണ വേണമല്ലോ. അതൊരു വിരൂപമായ രൂപമാണ് ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ പറയും, ഈ രൂപം പ്രാപിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം സൃഷ്ടിച്ചൊരു വിഭാഗമാണ് ആര്, ജിന്നുകൾ. അതേപോലെ തന്നെ മലക്കുകളും രൂപം പ്രാപിക്കണില്ലേ. ഇപ്പോൾ ദിഹിയ അൽ കൽബിയുടെയൊക്കെ രൂപത്തിൽ മലക്ക് ജിബ്രീൽ വന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കില്ല. അതേപോലെ തന്നെ പിന്നെ ചിറകുകൾ വിരിച്ച് മലക്ക് നിന്നതൊക്കെ രൂപം പ്രാപിച്ചിട്ടാണല്ലോ. ഏതായാലും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കപ്പെടുന്ന ഒരു മസലയാണ് ജിന്നുകൾക്ക് തശക്കുൽ, രൂപം മാറാനുള്ള, രൂപം പ്രാപിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള വിഷയം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഈ രീഹിനെ കീഴ്പ്പെടുത്തിയത്, അതേപോലെ തന്നെ ഷൈത്താന്മാരെ അല്ലേ, കുല്ല ബന്നാഇൻ വ ഗവ്വാസ്, സൂറത്ത് സബയിൽ പറഞ്ഞു യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വ തമാസീൽ എന്നൊക്കെ, മിഹ്റാബുകൾ, അതേപോലെ തന്നെ തിംസാലുകൾ, വഖുദൂറിൻ റാസിയാത്ത്, അതിന് മുമ്പ് വജിഫാനിൻ കൽ ജവാബ് അല്ലേ, ജവാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തടാകങ്ങൾ കണക്കെയുള്ള തളികകൾ, അതേപോലെ തന്നെ നല്ല കൊട്ടാരങ്ങൾ കണക്കെ സ്ഥാപിതമായിട്ടുള്ളതായ കിതറുകൾ, കലങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കുന്ന പിന്നെ അതാണ് കുല്ലബന്ന എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഗവ്വാസനം നിങ്ങൾ വിദഗ്ധർ, ഇതിനൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നുള്ള ഒരു ഹദീസിൽ പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ കുതിരകളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഹുജറയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ശക്തമായ കാറ്റടിച്ചപ്പോൾ ഉണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് ഒരു സഹവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ചുമരുമ അലമാര പറയില്ല അതേപോലെ, അതിനൊരു കർട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്റിൽ കർട്ടൻ നീങ്ങി കാറ്റിൽ. അപ്പോൾ കുറേ പിന്നെ ഈ ബനാത്തിനെ കണ്ടു എന്നാണ്. ബനാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ കളിക്കുട്ടികൾ, കോപ്പുകളെ കണ്ടു എന്നാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കളിക്കോപ്പുകളെ നോക്കിയപ്പോൾ അതിൻ്റെ നടുവിലൊരു ഫറസ്, ഒരു കുതിരയുണ്ട് ഇതല്ലേ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയോട് നബി ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ബനാത്തി, ഇതിൻ്റെ കളിക്കോപ്പുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വസത്തിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് പിന്നെ ഫറസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫറസ് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ ഫറസ് തോലുകൊണ്ടുണ്ടാക്കിയ ഇതാണ്, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചിറക് പോലെ കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ജനാഹാനി, അതിൻ്റെ 2 ചിറകുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഫറസുൻ ല ജനാഹാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞ്, റസൂലെ നിങ്ങൾ കേട്ടിട്ടില്ലേ സുലൈമാനിന് ഖൈലുണ്ടായിരുന്നു, കുതിരകൾ, ലഹ അജ്നിഹ, ചിറകുകളുള്ള കുതിരകൾ സുലൈമാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു എന്നാണ്. റസൂൽ അത് നിഷേധിച്ചില്ല. അപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തുണ്ടായിരുന്നു, ചിറക് വിരിച്ച് സഞ്ചരിക്കുന്ന കുതിരകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ പ്രവാചകനായിരുന്നു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഈ ജിന്ന് പിശാചുക്കളെ അദ്ദേഹം കീഴ്പ്പെടുത്തി പല നിലയിലൊക്കെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയ വിഷയമാണ്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ വത്തബഉ മാ തത്ലു ഷയാത്തീനു അലാ മുൽക്കി സുലൈമാൻ്റെ മുൽക്കിനെ കുറിച്ച് ശൈത്താന്മാർ പറഞ്ഞത് ആളുകൾ പിൻപറ്റി എന്നാണ് പറയുന്നത്. ശൈത്താന്മാർ സുലൈമാൻ നബിയുടെ മുൽക്കിനെ കുറിച്ച് പറഞ്ഞെന്താ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പണിയൊക്കെ ചെയ്തിരുന്നത് സിഹറായിരുന്നു എന്നാണ്. സുലൈമാൻ നബി ചെയ്തതൊക്കെയും ഇതൊക്കെയും സിഹറായിരുന്നു എന്നാണ് ശൈത്താന്മാർ പറഞ്ഞു കൊടുത്തത്. കാരണം ശൈത്താന്മാർ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബന്ധിച്ച് പൂട്ടിയ ശൈത്താന്മാർ സുലൈമാൻ നബിയുടെ കാലശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ശൈത്താന്മാർ ബന്ധിക്കപ്പെട്ടു. ഈ പലതും എന്ത് ചെയ്ത് ബാബിലോണിയയിലേക്ക് നാട് കടത്തി. ബുഖ്തുൻസർ പറയുന്ന ഭരണാധികാരി നാട് കടത്തിയപ്പോൾ ആ കൂട്ടത്തിൽ ഇതൊക്കെ നാട് കടത്തപ്പെട്ടിട്ടുണ്ട് ബാബിലോണിയയിലേക്ക്. അപ്പോൾ ഈ ബാബിലോണിയയിൽ പിൽക്കാലത്ത് ബാബിലോണിയ സിഹറിൽ പ്രസിദ്ധമാകാൻ കാരണം എന്താ? കാരണം ഈ ശൈത്താന്മാർ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞ കളവാണ്. സുലൈമാൻ നബി ഇതൊക്കെ ചെയ്തിരുന്നത് സിഹർ കൊണ്ടാണ് എന്ന് ശൈത്താന്മാർ പറഞ്ഞു. അതിനെ പിൻപറ്റിയിട്ടാണ് ബാബിലോണിയക്കാരൻ ചെയ്തത്, സിഹറിൽ പിന്നെ വിരാജിച്ചത്.
മനസ്സിലായ? അപ്പോൾ ഇവിടെ അതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ തഫ്സീറുകളിലും ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു എന്താണ് അള്ളാഹു നൽകിയ കഴിവിനാൽ പിന്നെ ഈ ജിന്ന് പിശാചുക്കൾ ഉപയോഗിച്ചിട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, നിർമ്മാണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വിഷയങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും സുപ്രസിദ്ധമാണ് ഹൈക്കൽ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ഹൈക്കൽ, അതാണ് അൽ മസ്ജിദുൽ അഖ്സ പള്ളി. തയ്യിബ്, ഏതായാലും ഇവിടെ നമ്മൾ ഇതിൻ്റെ ചില അനുബന്ധങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഹാദാ അതാഉനാ ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ് വ ഇന്ന ലഹു ഇൻദനാ ലസുൽഫ വ ഹുസ്ന മആബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചരിത്രം ഇവിടെ പറയുമ്പോൾ അത് അവസാനിക്കുമ്പോൾ ഈ പ്രയോഗം ലസുൽഫ ഹുസ്ന മആബ് ഉണ്ട്. ഇത്രമേൽ അധികാരം കിട്ടി, ഇത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആനുകൂല്യങ്ങൾ നൽകി, ഇങ്ങനെയൊക്കെ ദുനിയാവിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടും അള്ളാഹുവിനോടുള്ള ആ അടുപ്പത്തിൽ നിന്ന് അദ്ദേഹം അകന്നില്ല, തൻ്റെ പര്യവസാനം അദ്ദേഹം മോശമാക്കുകയും ചെയ്തില്ല. ഇന്ന് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കുറച്ച് ദുനിയാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നമ്മളെ ദൂരപ്പെടുത്തും. പിന്നെ നമുക്കൊരു മോശമായ ഒരവസ്ഥ അത് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേന്മ അതാണ്. ഇത്രയൊക്കെ ആയിട്ടും അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ദാസനായിരുന്നു, നല്ല പര്യവസാനത്തിൻ്റെ ഉടമയും ആയിരുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തുടർന്ന് ഇനി മറ്റൊരു പ്രവാചകനെ കുറിച്ചുള്ള പരാമർശമാണ്. അത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ്. വദ്കുർ അബ്ദനാ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ് ഉർഖുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ് വവഹബ്നാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ് വഖുദ് ബിയദിക ദിഗ്സൻ ഫദ്രിബ് ബിഹി വലാ തഹ്നസ് ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇവിടെ മൂന്നാമത്തെ കഥയാണ് സൂറത്ത് സാദിൽ. മൂന്നാമത്തെ കഥയാണ്. ആദ്യത്തെ കഥ ആരെക്കുറിച്ചാണ്? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്. രണ്ടാമത്തേത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്. മൂന്നാമത്തേത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്. ഇവിടെ വദ്കുർ അബ്ദന, ഈ വദ്കുർ അതിൻ്റെ ബന്ധം എടുക്കാമെന്നറിയാമോ? എവിടേക്കാണ്? ഇതിന് മുമ്പൊരു വദ്കുർ പറഞ്ഞിട്ടുണ്ട്. അതേതാ? ഫസ്ബിർ അലമാ യഖൂലൂൻ വദ്കുർ അബ്ദന ദാവൂദ്, വദ്കുർ അബ്ദന ദാവൂദ് ദൽ ഐദി ഇന്നഹു അവ്വാബ്. അവിടേക്കാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കാൻ കൽപ്പിക്കുകയാണ്. ദുരാരോപണങ്ങൾ വരികയാണ്, അപവാദങ്ങൾ വരികയാണ്, അതേപോലെ തന്നെ പലവിധ ഭീഷണികളും മറ്റൊക്കെ വരികയാണ്. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വിശ്വാസികൾക്കും മക്കയിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അവർ പറയുന്ന വിഷയത്തിൽ ക്ഷമിക്കുകയും എന്നിട്ട് ദാവൂദിനെ ഓർക്കാൻ പറയണം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ എന്തുണ്ട്? കുറേ നമുക്ക് ഓർക്കാനുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കുമ്പോൾ അതിൻ്റെ അനുബന്ധമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മനസ്സിലായില്ലേ? അപ്പോൾ ക്ഷമയുടെ കുറേ പാഠങ്ങൾ ദാവൂദ് സുലൈമാൻ അലൈഹി വസ്സലാം അവരിലുണ്ട്. അത് ഓർക്കാൻ വേണ്ടിയിട്ട് പറയാണ്. പിന്നെ ആരെ ഓർക്കാൻ പറയാണ്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയം പറയാണ്. അനുഗ്രഹങ്ങൾ കിട്ടിയാൽ, അനുഗ്രഹങ്ങൾ കുമിഞ്ഞാൽ ക്ഷമിക്കാനുള്ള പാടുണ്ട്. അത് ദാവൂദ് സുലൈമാൻ അലൈഹി വസ്സലാം അവരുടെ വിഷയത്തിൽ. പിന്നെ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ, അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ആ വിഷയത്തിൽ ക്ഷമിക്കാനുള്ള പാടുണ്ട്. അത് ആരിലാണ്? അത് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ വദ്കുർ അബ്ദന. അപ്പോൾ വാവുൽ അത്ഫാണ്. എവിടേക്ക് ബന്ധം? വസ്ബിർ അലാമാ യഖൂലൂൻ വദ്കുർ അബ്ദന ദാവൂദ്. അവിടേക്കാണ്. വദ്കുർ, താങ്കൾ ഓർക്കുകയും ചെയ്യുക, അബ്ദന, നമ്മുടെ ദാസനെ. ആരാണ് ആ ദാസൻ? അയ്യൂബാണ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആരുടെ സന്താന പരമ്പരയിൽ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് വമിൻ ദുർരിയ്യതിഹി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുർരിയ്യത്തിൽ നിന്നാണ് ദാവൂദ് വ സുലൈമാൻ, അതേപോലെ തന്നെ വ അയ്യൂബ്. ദാവൂദ്, സുലൈമാൻ, അയ്യൂബ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൻആമിലാണ്. അപ്പോൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. ചില തഫ്സീറുകളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാഹൂർ എന്ന പേരിലൊരു സഹോദരനുണ്ടായിരുന്നു, നാഹൂർ. ഈ നാഹൂറിൻ്റെ സന്താന പരമ്പരയിലാണ് അയ്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അത് ശരിയല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമിൻ ദുർരിയ്യതിഹി എന്നുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ ആരിലൂടെ എന്നാണ്? ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ യാക്കൂബ് എന്ന മകനുള്ളതുപോലെ തന്നെ ഈസ് എന്ന് പറയുന്ന മകനുണ്ട്. ഈസോ എന്ന് പറയും. ഈസോ. അപ്പോൾ
ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ യാക്കൂബിൻ്റെ സന്താന പരമ്പരയിൽ ബനു ഇസ്രായേൽ, ഈസോ അതിൻ്റെ സന്താന പരമ്പരയിലാണ് റോമക്കാർ ശരി. ഈസോൻ്റെ സന്താന പരമ്പരയിലാണ് അയ്യൂബ് എന്നാണ് പല തഫ്സീറുകളും പറഞ്ഞിട്ടുള്ളത്. ചിലർ പറഞ്ഞതല്ല, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. ഇസ്ഹാഖിൻ്റെ മകൻ യാക്കൂബിൻ്റെ സന്താന പരമ്പരയിൽ പെട്ടതാണ് അയ്യൂബ് എന്നാണ്. ഏതായാലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമിൻ ദുർരിയ്യതിഹി എന്ന പ്രയോഗത്തിലൂടെ. ഷാമിൽ ബനുൽ ഐസ് എന്ന് പറയുന്ന ഒരു നാടുണ്ട്. ആ നാട്ടിലായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഏതായാലും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസങ്ങളിൽ ക്ഷമയിൽ ഉപമിക്കപ്പെടുന്ന വ്യക്തിയാണ്. സബ്ർ അയ്യൂബ് നബിയുടെ സബ്ർ, ക്ഷമ എന്ന് പറയും. അതാണ് വല്ലാത്ത ക്ഷമ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ധാരാളം കനിഞ്ഞു എന്നുള്ളതാണ്. അല്ലേ? എന്തൊക്കെ കനിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ് നൽകിയിട്ടുണ്ട്, അല്ലേ? ഹിക്മത്ത്, നുബൂവത്ത് നൽകിയിട്ടുണ്ട്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അഹലിനെ നൽകി. അള്ളാഹു അദ്ദേഹത്തിന് സന്തതികളെ നൽകി. ചരിത്രത്തിൽ കാണാം 7 ആൺമക്കളും 7 പെൺമക്കളും ഉണ്ടായിരുന്നു അയ്യൂബിന് എന്നാണ്. മനസ്സിലായില്ലേ? ഔലാദിനെ നൽകി. പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് സമ്പത്ത് നൽകി. വലിയ സമ്പത്തിനുടമയായിരുന്നു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമ്പത്തിൽ അദ്ദേഹത്തിന് തോട്ടങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അടിമകളുണ്ടായിരുന്നു, അങ്ങനെ കുറേ വകുപ്പിൽപ്പെട്ട സമ്പത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയുണ്ടായത്. ഇതൊക്കെ നൽകിയതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിച്ചത്. 14 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ സഹോദരങ്ങളുണ്ടായിരുന്നു. സഹിഹായ ഒരു ഹദീസിൽ കാണാം, ഭാര്യയും 2 സഹോദരങ്ങളും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നാണ്. ഭാര്യയും 2 സഹോദരങ്ങളും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെയും നഷ്ടപ്പെട്ടു എന്നാണ്. അദ്ദേഹം കുളിക്കുമ്പോൾ, ഒരു ഹദീസിൽ കാണാം, കുളിക്കുമ്പോൾ ഈ സ്വർണത്തിൻ്റെ ജറാദുകൾ അദ്ദേഹത്തിൽ വന്നിറങ്ങി എന്നാണ്. അദ്ദേഹം കുളിക്കുമ്പോൾ സ്വർണത്തിൻ്റെ ജറാദുകൾ അദ്ദേഹത്തിൽ വന്നു വീണു എന്നാണ്. മനസ്സിലായി? അപ്പോൾ അദ്ദേഹം അതിനെ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നാണ്. വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ അദ്ദേഹത്തെ ഗുണദോഷിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ സ്വർണത്തിൻ്റെ ജറാദുകളെ വാരിക്കൂട്ടേണ്ട ആവശ്യമില്ല, ഞാൻ ധാരാളം നിങ്ങൾക്ക് കനിഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് ധാരാളം ഞാൻ കനിഞ്ഞിട്ടില്ലേ, നൽകിയിട്ടില്ലേ, എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇതിനെ വാരിക്കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയുന്നുണ്ട്, യാ റബ്ബ് ലാ ഗിനാലി അൻ ബർക്കതിക് അൻ ഫദ്ലിക്, അള്ളാഹു നിൻ്റെ ഔദാര്യം, നിന്നിൽ നിന്നുള്ള ബർക്കത്ത്, അത് ഒരിക്കലും എനിക്ക് അതിനെ തൊട്ട് ധന്യതല്ല എന്നാണ്. അത് നിൻ്റെ ബർക്കത്താണ്, നിൻ്റെ ഫദ്ലാണ്, അതെനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ്, അതിനെ ശേഖരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അദ്ദേഹത്തിന് കനിഞ്ഞിട്ടുണ്ട് സ്വത്തായിട്ട്. പക്ഷേ ഈ കനിയപ്പെട്ടതൊക്കെയും ഒരു പരീക്ഷണത്തിന് വിധേയനായിട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വന്നത്. അതാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു പറയുന്നത് വദ്കുർ അബ്ദന, നമ്മുടെ ദാസനെ താങ്കൾ ഓർക്കുക. ആരാണ് ആ ദാസൻ? അയ്യൂബാണ്. ഇദ് നാദാ റബ്ബഹു, ഓർക്കേണ്ടത് പ്രത്യേകിച്ച് അതേതാണ്, ഏത് സമയത്താണ്? ഇദ് നാദ എന്നാൽ ഹീനനാദ, അദ്ദേഹം വിളിച്ച അവസരം, സന്ദർഭം. ആരെ വിളിച്ച സന്ദർഭം? റബ്ബഹു, തൻ്റെ റബ്ബിനെ. ഇദ് നാദ റബ്ബഹു, തൻ്റെ റബ്ബിനെ അദ്ദേഹം വിളിച്ച സന്ദർഭം. എന്ത് പറഞ്ഞാണ് വിളിച്ചത്? അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്, അന്നി തീർച്ചയായും ഞാൻ, മസ്സനി എന്നെ ബാധിച്ചു. ആര്? ഷൈത്താൻ ബാധിച്ചു. ബിനുസ്ബിൻ വഅദാബ്, നുസ്ബ് താബ് ക്ഷീണം, അതേപോലെ തന്നെ മശക്കത്ത് പ്രയാസം, നസ്ബ് എന്നൊക്കെ പറയും. ക്ഷീണം, താബ്, അതേപോലെ മശക്കത്ത് പ്രയാസം. അദാബ് ഉദ്ദേശം അലം, വേദന. അദാബിന് എന്നുള്ളതുകൊണ്ട് വേദന. ക്ഷീണവും വിഷമവും ഒക്കെ എവിടെ ഉണ്ടാകുക? നുസ്ബ്, ക്ഷീണവും വിഷമവും ഒക്കെ മനസ്സിനാണ്. വിഷമം മനസ്സിലേൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം?
ആ വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ളതായ പ്രയാസങ്ങൾ ഏൽക്കണം. അതെന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വത്ത് നഷ്ടമായി, അദ്ദേഹത്തിൻ്റെ മക്കൾ നഷ്ടമായി. ഞാൻ പറഞ്ഞില്ല, 2 സഹോദരങ്ങൾ വെച്ച് ബാക്കിയുള്ളവരൊക്കെയും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥ സംജാതമായി. അത് കാരണത്താൽ അദ്ദേഹത്തിന് വലിയ വിഷമങ്ങൾ ഉണ്ടായി. അതാണ് നുസ്ബുണ്ടായി. പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് രോഗമുണ്ടായി. ആ രോഗം വേദന ഉള്ള രോഗമാണ്, വേദന ഏൽക്കുന്ന രോഗമാണ്. അപ്പോൾ ശാരീരികമായും മാനസികമായും അദ്ദേഹത്തിന് പരീക്ഷണം ഏൽക്കേണ്ടി വന്നു. അത് ഇവിടെ പറഞ്ഞത് അന്നി മസ്സനിയ ഷെയ്ത്താൻ ബിനുസ്ബിൻ വഅദാബ് എന്നാണ്. ഇതിലൊരു മസ്അല പ്രധാനപ്പെട്ടത് എന്താ വെച്ചാൽ, ഷെയ്ത്താൻ തന്നെ ബാധിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. സൂറത്ത് അംബിയായിൽ പറഞ്ഞത് എന്താ? അന്നി മസ്സനിയ ദുർറു ഫഅൻത അർഹമുർ റാഹിമീൻ ആണ്. അന്നി മസ്സനിയ ദുർറു, മസ്സനി അഷെയ്ത്താൻ ഇവിടെ പറഞ്ഞു. അംബിയായിൽ മസ്സനിയ ദുർറു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഷെയ്ത്താൻ എങ്ങനെയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബാധിച്ചത്? ഷെയ്ത്താൻ മനുഷ്യന് രോഗമുണ്ടാക്കാൻ സാധിക്കുമോ? അതും ശാരീരികമായിട്ട് രോഗം വരുത്താൻ ഷെയ്ത്താനിന് സാധിക്കുമോ? ഇവിടെ എന്തിനാണ് ഈ നുസ്ബിനെയും അദാബിനെയും ഷെയ്ത്താനിലേക്ക് ചേർത്തത്? ഷെയ്ത്താൻ നേരിട്ടാണോ ഇത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭവിപ്പിച്ചത്, ഉണ്ടാക്കിയത്? ഇങ്ങനെ കുറേ ചർച്ചകളും വിഷയങ്ങളുണ്ട്. അതിൽ ചിലത് നമ്മൾ അവിടെ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകൾ എന്ത് ചെയ്യാണ്, പറ്റേ ഈ പൈശാചികതയുടെ വിഷയങ്ങളിൽ നിഷേധികളാണ്. ഈ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റിൻ്റെ ആളുകൾ അതിൻ്റെ നിഷേധികളാണ്. ചില ആളുകൾ എന്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഷെയ്ത്താൻ്റെ അടുക്കൽ നിന്ന് എന്നുള്ള ഈ ഒരു തരം വരണ്ട വാദത്തിൻ്റെ ആളുകളുമാണ്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു മസ്അല മനസ്സിലാക്കാണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതൊന്ന് അതിൻ്റെ എങ്ങനെയാണ് ഷെയ്ത്താൻ്റെ ഈ മസ്സ് ഉണ്ടായത്, അതിൽ പ്രത്യേകിച്ച് ഈ ഒരു എന്ന ബാഇന് അർത്ഥം പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഒരു മസ്അല നമുക്ക് തീർപ്പാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.